അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله يدافع عن الذين آمنوا إن الله لا يحب كل خوان كفور صدق الله العلي العظيم ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. ചരിത്രത്തിലെ ചില ദിനങ്ങൾ നമ്മെ ഏറെ എക്കാലത്തും ആവേശഭരിതമാക്കും. വേറെ ചില ദിനങ്ങൾ ആദ്യ ഘട്ടത്തിലെ ആവേശത്തെ പിന്നീട് സമ്മിശ്ര വികാരത്തിലാക്കി നമ്മെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തും. പിന്നെയും ചില ദിനങ്ങൾ നമ്മുടെ ചിന്തയുടെ മേൽ, നമ്മുടെ ലക്ഷ്യങ്ങളുടെ മേൽ ഇരുട്ട് പരത്തും. ഇങ്ങനെ വിവിധ രീതിയിലാണ് ചരിത്രത്തിൻ്റെ നാൾവഴികളായി അടയാളപ്പെടുത്തപ്പെടുന്ന ദിനങ്ങളുമായി ബന്ധപ്പെട്ട നമ്മുടെ അനുഭവങ്ങൾ. ഈ പറഞ്ഞ കാര്യം നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ 1947 ഓഗസ്റ്റ് 15 എന്ന തീയതി നമ്മുടെ മനസ്സിലേറെ ആവേശവും നമ്മുടെ രാജ്യത്തോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ ആഹ്ലാദഭരിതവുമായ ദിനമായിട്ട് എന്നും ഓർമ്മിപ്പിക്കപ്പെടും. എന്നാൽ ആദ്യഘട്ടത്തിൽ നമുക്ക് വലിയ ആവേശം നൽകിയിരുന്ന നമ്മുടെ റിപ്പബ്ലിക് ദിനാചരണം 1950 ജനുവരി 26 ഇന്ത്യ രാജ്യം ഒരു റിപ്പബ്ലിക് രാജ്യമായി റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ട ദിനം ആദ്യഘട്ടത്തിൽ നമുക്ക് വലിയ ആവേശം നൽകിയിരുന്നു. എങ്കിൽ ഇപ്പോൾ ആ ദിനം നമ്മോട് അടുത്ത് വരുമ്പോൾ സമ്മിശ്ര വികാരമാണ് നമുക്കുള്ളത്. ഒരു ഭരണഘടനയെ നോക്കുകുത്തിയാക്കി നിർത്തിയിട്ട് ജനായത്തത്തിൻ്റെ ക്രമത്തിലൂടെ തന്നെ സ്വേച്ഛാധിപത്യം നാടുവാഴുകയും ഭൂരിപക്ഷ വിഭാഗത്തിൻ്റെ താൽപ്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുകയും ജനായത്ത ക്രമത്തിലെ സകല സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കുകയും ചെയ്ത ദുരന്തം അത്തരമൊരു സമ്മിശ്ര വികാരമായിട്ടാണ് ഈ തീയതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് അനുഭവപ്പെടുക. എന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ 1948 ജനുവരി 30 എന്ന തീയതി നമ്മുടെ മനസ്സിൽ ഇരുട്ട് പരത്തിയ ഒരു ദിനമാണ്. രാജ്യത്തിൻ്റെ വിളക്കണഞ്ഞുപോയി എന്ന് ആലങ്കാരികമായിട്ട് പറയാറുണ്ടല്ലോ. മഹാത്മജിയുടെ വധമായിരുന്നു അന്ന് നടന്നത്. അതേ തുടർച്ചയിൽ പിന്നീട് ഈ രാജ്യത്തെ എല്ലാ നല്ലവരായ ആളുകളുടെയും മനസ്സിൽ ഇരുട്ട് പരത്തിയ ദിനമാണ്
1992 ഡിസംബർ 6 ബാബരി മസ്ജിദിന്റെ തകർച്ച, അതിനെ ഇല്ലായ്മ ചെയ്ത ദിനം. സമാനമായ അവസ്ഥയിൽ നമ്മുടെ മനസ്സിൽ ഇരുട്ട് പരത്തുന്ന ഒരു തീയതിയാണ് ഈ 2024 ജനുവരി 22, വരാനിരിക്കുന്ന ജനുവരി 22 എന്ന ദിനം. ബാബരി മസ്ജിദിന്റെ ഭൂമികയിൽ പണിയപ്പെടുന്ന, പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, പണിതുകൊണ്ടിരിക്കുന്ന, പൂർത്തീകരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ മന്ദിരത്തിനകത്ത് പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിനമാണ് അത്. ആദ്യത്തേത് അയോധ്യയിലെ ബാബരി മസ്ജിദിന്റെ തകർക്കലായിരുന്നു എങ്കിൽ രണ്ടാമത് ഇപ്പോൾ നമ്മുടെ സമീപസ്ഥമായിരിക്കുന്ന ദിനം അവിടെ പ്രാർത്ഥനയ്ക്ക് തുറന്നു കൊടുക്കുന്ന പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിനമാണ്. ചരിത്രത്തെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓർത്തെടുക്കുക. ചരിത്രത്തിൻ്റെ നാൾവഴികളായി അടയാളപ്പെടുത്തപ്പെടുന്ന ചില ദിനങ്ങൾ നമ്മെ ഇങ്ങനെയൊക്കെ സ്വാധീനിക്കും എന്ന കാര്യം നാം ഇപ്പോൾ ശരിക്കും നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. രാമക്ഷേത്രം തുറക്കുന്നതോ അതിനെ രാഷ്ട്രീയവൽക്കരിച്ച് അടുത്ത ലോക്സഭാ ഇലക്ഷൻ ജയിക്കാനുള്ള ആസ്തിയാക്കുന്നതോ അല്ല നമ്മുടെ വിഷയം. നിലനിന്നിരുന്ന ഒരു പള്ളി തകർത്ത് അതിൻ്റെ സ്ഥലത്താണ് ക്ഷേത്രം പണിതുകൊണ്ടിരിക്കുന്നത് എന്ന ആ അന്യായവും അനീതിയും അതിൻ്റെ തുടർച്ചയും നമ്മുടെ വിഷയമാണ്. 7 പതിറ്റാണ്ട് നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിനൊടുവിൽ സുപ്രീം കോടതിയുടെ വിധിയുണ്ടായി. അവിടെ നിന്നിരുന്ന ബാബരി മസ്ജിദ് എന്ന പള്ളി ഒരു ക്ഷേത്രവും പൊളിച്ചിട്ട് പണിതതല്ല എന്ന്. ആ പ്രദേശത്ത് ഉത്ഖനനം നടത്തിയിരുന്ന സംഘത്തിലെ ചില ആളുകൾ പിന്നീട് തുറന്ന് സമ്മതിച്ചു, ക്ഷേത്രത്തിൻ്റെ ഒരു അവശിഷ്ടവും കണ്ടുകിട്ടിയിട്ടില്ല എന്ന്. സംഘപരിവാരത്തിൻ്റെ കൂലിപ്പട്ടാളക്കാർ മാത്രമാണ് തികച്ചും വ്യത്യസ്തമായ കള്ളങ്ങൾ നിരന്തരമായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ മലയാളിയായ ഒരു മുസ്ലിം പേര് നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. ആ മുസ്ലിം നാമധാരി ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയായി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് സ്വപ്നദർശനമുണ്ടായി എന്ന്. KK മുഹമ്മദ് എന്ന് പറയുന്ന കക്ഷി അങ്ങനെ ശിവൻ പ്രത്യക്ഷപ്പെട്ടു തൻ്റെ ആലയം പുതുക്കി പണിയണം എന്ന് പറഞ്ഞു എന്ന്. എന്നല്ല, കാശി മധുര ബാക്കി ഹേ എന്ന സംഘപരിവാരത്തിൻ്റെ മുദ്രാവാക്യത്തെ ബലപ്പെടുത്തിക്കൊണ്ട് കാശിയും മധുരയും അവിടങ്ങളിലെ പള്ളികൾ മുസ്ലിം സമുദായം വിട്ടുകൊടുക്കണമെന്ന്, അത് വലിയ ഒരു നന്മയാകുമെന്ന്, ഇങ്ങനെയൊക്കെയുള്ള ജൽപ്പനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ സുപ്രീം കോടതി ആ വിധി പ്രസ്താവത്തിൽ ഒരു കാര്യം പറഞ്ഞു, ഒരു അമ്പലവും പൊളിച്ചിട്ടല്ല അവിടെ പള്ളി പണിതത് ബാബർ എന്നത്. ബാബറിന് വേണ്ടി പണിത മീർബാക്കി ഒരു അമ്പലവും പൊളിച്ചിട്ടല്ല, അവിടെ അമ്പലമേ ഉണ്ടായിരുന്നില്ല. രണ്ടാമത്, അത്രയും കാലം, നീണ്ട നൂറ്റാണ്ട് കാലം മുസ്ലിം സമുദായം ആരാധന നടത്തിക്കൊണ്ടിരുന്ന ആ പള്ളി പൊളിച്ചത് അക്രമമാണെന്ന്. പക്ഷേ ഒടുവിൽ ഒരു ഒത്തുതീർപ്പ് എന്നോണം, നമ്മുടെ നാടൻ ഭാഷയിൽ പഞ്ചായത്താക്കൽ എന്ന് പറയില്ലേ, അങ്ങനെ വിധിയല്ല, ഒരു ഒത്തുതീർപ്പായിട്ട് പറഞ്ഞത് തൽക്കാലം അവിടെ ക്ഷേത്രം പണിയട്ടെ എന്നാണ്. ഇതെല്ലാം മറന്നു പോകാൻ പാടില്ലാത്ത ചരിത്ര നാൾവഴികളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഈ ഒരു സംഭവത്തിൻ്റെ തുടർച്ചയിൽ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഈ വക വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കെ ഓർമ്മകൾ ഉണ്ടായിരിക്കണം മുസ്ലിം സമുദായത്തിന്. ഒരു ക്ഷേത്രവും പൊളിച്ചല്ല അവിടെ പള്ളി പണിതത്. പള്ളി പൊളിച്ചത് അങ്ങേയറ്റം രാജ്യദ്രോഹപരമായ പ്രവർത്തനമാണ്, മനുഷ്യവിരുദ്ധമാണ്, വേദപ്രോക്ത വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ് എന്നത് ആണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതി 3 അംഗ ബെഞ്ച് സ്ഥിരീകരിച്ച വസ്തുത. അതിനുശേഷമാണ് പിന്നീട് അവിടെ അമ്പലം പണിയാൻ വിട്ടുകൊടുക്കുന്ന അവസ്ഥയുണ്ടായത്. മൗലാന അർഷദ് മദനി പറഞ്ഞതുപോലെ ധീരമായ വർത്തമാനങ്ങൾ പറയാൻ അധികം ആളുകളില്ലാതെ പോകുന്ന കാലമാണ് ഇത്. നമ്മുടെ വിഷയം അവിടെ അമ്പലം പണിയുന്നുവോ 22 തുറക്കുന്നുവോ എന്നതല്ല. നമ്മുടെ വിഷയം അത് മുസ്ലിം സമുദായത്തിൻ്റെ പള്ളി നിന്ന സ്ഥലമാണ്. അന്യായമായിട്ടാണ് അവിടെ ആ ഭവനം, ഇപ്പോൾ ആ മന്ദിരം പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് തുറന്നു കൊടുക്കാൻ പോകുന്നത്. ഇങ്ങനെ ധീരമായ വർത്തമാനം പറഞ്ഞുകൊണ്ട് വരും തലമുറക്ക് ചരിത്രം നേരെ ചൊവ്വെ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടുന്ന ബാധ്യത ലക്ഷണമൊത്ത മുസ്ലിം സമുദായത്തിനുണ്ട് എന്ന് പറയാനാ ചരിത്രത്തിന്റെ നാൾവഴികളെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വർത്തമാനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരേണ്ടി വന്നത്. അങ്ങനെ പറയാൻ കരുത്തുണ്ടാകുന്നത് വിശുദ്ധ ഖുർആൻ ഈ വിഷയകമായി ഇതിന് സമാനമായ വിഷയങ്ങളെ മുൻനിർത്തി
മുമ്പേ പഠിപ്പിച്ച പാഠഭാഗം നന്നായിട്ട് സ്മരിക്കാൻ കഴിയുന്നവർക്കാണ്. ഖുർആനിൽ ഇങ്ങനെ ഒരു സൂക്തമുണ്ട്, സൂറ അൽ ബഖറ 114 വചനം, വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അൻ യുദ്കറ ഫീഹാ ഇസ്മുഹു വസആ ഫീ ഖറാബിഹാ. വമൻ അദ്ലം, ആരാണ് ഏറ്റവും വലിയ അക്രമിയായിട്ടുള്ളത്? ഈ പണി ചെയ്യുന്നവരെക്കാൾ. മിമ്മൻ മനഅ മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ ഭവനങ്ങൾ തടയുന്നവർ. എന്തിന്റെ പേരിലാ തടയൽ? അൻ യുദ്കറ ഫീഹാ ഇസ്മുഹു, അല്ലാഹുവിന്റെ നാമം സ്മരിക്കുന്ന, അവനെ ആരാധിക്കുന്ന, അവന്റെ ദീനിന്റെ പ്രവർത്തന സാംസ്കാരിക കേന്ദ്രമായി നിൽക്കുന്ന ആ ഭവനം തടയുന്നവരെക്കാൾ വലിയ അക്രമികൾ വേറെ ആരുണ്ട്? വസആ ഫീ ഖറാബിഹ, എന്നിട്ടോ ആ ഭവനം തടഞ്ഞു എന്ന് മാത്രമല്ല, പിന്നീട് അവർ അതിനെ ഇല്ലാതാക്കാൻ, തകർക്കാൻ നിരന്തരമായ ശ്രമങ്ങളും നടത്തി. അപ്പോൾ അല്ലാഹുവിന്റെ ഭവനം വിശ്വാസികൾക്ക് തടയുക, അതിന്റെ നിയോഗവും ദൗത്യവും തടയുക, എന്നിട്ട് അതിനെ ഇല്ലാതാക്കാൻ നിരന്തരമായ ശ്രമങ്ങൾ നടത്തുക. ഈ പണി ചെയ്തവരെക്കാൾ വമൻ അദ്ലം, ഏറ്റവും വലിയ അക്രമികൾ വേറെ ഇല്ല കേട്ടോ. ഉലൈക മാ കാന ലഹും അൻ യദ്ഖുലൂഹാ ഇല്ലാ ഖായിഫീൻ, അങ്ങനെ ചെയ്ത ഒരാൾക്കും അവിടെ ഭയപ്പാടോടെ അല്ലാതെ പ്രവേശിക്കാൻ കഴിയില്ല. നിങ്ങൾ എത്ര തന്നെ മുൻചാക്കി നടത്തിയാലും ശരി, പേടിയോടെ മാത്രമേ നിങ്ങൾക്ക് അവിടെ പ്രവേശിക്കാൻ കഴിയൂ. ലഹും ഫിദ്ദുനിയാ ഖിസ്യുൻ, ഇപ്പണി ചെയ്ത ആളുകൾ ഇഹലോകത്ത് എന്നും നിന്ദിതരായിരിക്കും. നിങ്ങൾ ഈ മന്ദിരം പണിതത് അനീതിയുടെ, അക്രമത്തിന്റെ മാർഗ്ഗേണയെന്ന് ചരിത്രം അടയാളപ്പെടുത്താതെ പോകില്ല. അതുകൊണ്ട് ആ മന്ദിരത്തെ വായിക്കുന്ന ഒരാളും നേരെ ചൊവ്വേ സത്യസന്ധപരമായി വസ്തുതാപരമായി കാര്യങ്ങൾ പഠിക്കാൻ ഈ യാഥാർത്ഥ്യം അറിയാതിരിക്കില്ല. നൂറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങൾ കടന്നാലും ശരി, പിൽക്കാല തലമുറ വായിച്ചെടുക്കും അനീതിയുടെ ഭവനമാണത്, അക്രമത്തിന്റെ അടയാളമാണത്, രക്തം ചിന്തലിന്റെ ഒരു അവസ്ഥയാണ് അതിന്റെ പിന്നിൽ എന്ന് വായിച്ചെടുക്കും. അത് നിങ്ങൾക്ക് നിന്ദതയായിട്ട് മാറും. ലഹും ഫിദ്ദുനിയാ ഖിസ്യുൻ, അവർക്ക് ഇഹലോകത്ത് നിന്ദത മാത്രമേ ഇത് മുഖേന നേടാൻ കഴിയൂ. വലഹും ഫിൽ ആഖിറതി അദാബുൻ അലീം, നാളെ പരലോകത്ത് കടുത്ത ശിക്ഷ അവർക്ക് സംഭവിക്കുകയും ചെയ്യുമെന്ന്. അപ്പൊ ഇതൊരു യാഥാർത്ഥ്യമാണ് കൂട്ടരെ. ഇത്ര കൃത്യമായി തെളിഞ്ഞ് വർത്തമാനം പറഞ്ഞു വെച്ച ഖുർആനിന്റെ വചനങ്ങൾ വസ്തുതകളെ തുറന്നു പറയാൻ നമ്മെ പ്രേരിപ്പിക്കും. അവിടെ ചാഞ്ഞും ചെരിഞ്ഞും ചായ്ച്ചും ചെരിച്ചും അഡ്ജസ്റ്റ്മെന്റ് മാൽ പ്രാക്ടീസിലൂടെ പോകുന്ന ഒരു സമുദായത്തെ അല്ല ഇസ്ലാം പ്രതീക്ഷിക്കുന്നത്. വസ്തുതകളായിട്ട് പറയണം. ചരിത്രത്തെ ആരും ഭയപ്പെടേണ്ടതില്ല, വിവരങ്ങളെയും ആരും ഭയപ്പെടേണ്ടതില്ല. അത് പറയാനുള്ള അനുവാദവും അവകാശവും ആരുടെയും ഔദാര്യമായി കിട്ടേണ്ടതില്ല. ഇതുപോലെ ഇതേ രീതിയിൽ തമ്പുരാന്റെ ഭവനത്തെ തകർക്കാൻ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മറുചരിത്രം നമ്മളിപ്പോൾ ലൈവായിട്ട് കുറച്ചു കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുക. മസ്ജിദുൽ അഖ്സയെ കുറിച്ച്, അവിടെ വരുന്നവരെ തടയാൻ, വരുന്നവർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കാൻ, ആ നാട്ടിൽ ജനിച്ച് ആ ഭവനത്തെ സ്നേഹിക്കുന്ന മുസൽമാന്മാർക്ക് വെള്ളിയാഴ്ച ജുമുഅക്ക് പോലും വരാൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കിക്കൊണ്ട്, റമദാൻ മാസം ഒത്തുകൂടുമ്പോൾ അവിടെ വെടിയൊച്ച മുഴങ്ങുന്ന അവസ്ഥയിൽ ഭീകരത സൃഷ്ടിച്ചുകൊണ്ട് നിരന്തരമായി നീണ്ട കാലമായി തുടരുന്ന ഒരു തടയലുണ്ട്, അള്ളാഹുവിന്റെ ഭവനം തടയുക. ഈ പ്രയോഗം ഖുർആൻ മിമ്മൻ മനഅ മസാജിദല്ലാഹ് അൻ യുദ്കറ ഫീഹാ ഇസ്മുഹു, തമ്പുരാന്റെ നാമം സ്മരിക്കുന്നതിൽ നിന്ന് തടയുന്ന ആളുകൾ. എന്നിട്ടോ വസആ ഫീ ഖറാബിഹാ, അതിനെ തകർക്കാൻ നിരന്തരമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അപ്പറഞ്ഞ ബൈത്തുൽ മുഖദ്ദിസിലെ മസ്ജിദുൽ അഖ്സയുമായി ബന്ധപ്പെട്ട ഒരു വർത്തമാനം നിങ്ങൾ കേൾക്കുക. ഇല്ലം യകും അഹ്ലൽ ഇസ്ലാമി ബിദ്ദിഫാഇ അൻഹു, ആ ശ്രമത്തെ ബൈത്തുൽ മുഖദ്ദിസിനെ വെച്ചുകൊണ്ട് പറയാ, ആ ശ്രമത്തെ, ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ശ്രമത്തെ മുസ്ലിം സമുദായം നേരെ ചൊവ്വേ ദിഫാ പ്രതിരോധിച്ചില്ല എങ്കിൽ ഒരു ദിവസം രാവിലെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതില്ല. ഈ വാർത്ത കേൾക്കും. എന്ത് നിങ്ങൾ കാണും? കുരങ്ങന്മാരുടെയും പന്നികളുടെയും സഹോദരന്മാർ അത് തകർത്ത കാഴ്ച നിങ്ങൾ കാണുമെന്നാണ്. ആ വർത്തമാനത്തിന് ഇത്തിരി ഇസ്ലാമിക മാനമുണ്ട് കേട്ടോ. കേൾക്കുമ്പോൾ നിങ്ങൾ അസ്കേ തോന്നിയോ? വിശുദ്ധ ഖുർആൻ സൂറ അൽ മാഇദ 60-ാം വചനത്തിൽ പറയുന്നു, നിരന്തരമായി തമ്പുരാന്റെ ശാപത്തിനും കോപത്തിനും ഇരയായ ബനൂ ഇസ്രായേൽ സമുദായത്തിലെ കാഫിരിങ്ങളെ കുറിച്ച് പറഞ്ഞെടുത്ത് വജഅല മിൻഹുൽ ഖിർദത വൽ ഖനാസീർ, അവരിൽ നിന്ന് ചില ആളുകൾ അല്ലാഹു കുരങ്ങന്മാരാക്കി മാറ്റി, വേറെ ചില ആളുകളെ പന്നികളാക്കി മാറ്റിയെന്ന. അപ്പൊ പന്നികളുടെയും കുരങ്ങന്മാരുടെയും സഹോദരന്മാർ നിങ്ങൾ പ്രതിരോധിച്ചില്ല എങ്കിൽ നാളെ ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വരുന്ന വാർത്ത, നിങ്ങൾ കാണുന്ന കാഴ്ച കത് കാമു ബിഹദമിഹ, അവരെ തകർത്തു എന്നായിരിക്കും. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട ചരിത്രം അറിയുന്ന കൂട്ടരെ, നിങ്ങളുടെ നിസ്സംഗതക്ക് പങ്കുണ്ടെന്ന്, നിങ്ങളുടെ ഇടപെടലില്ലായ്മക്ക് പങ്കുണ്ടെന്ന്, നിങ്ങളുടെ പ്രതിരോധം ഇല്ലായ്മക്ക് പങ്കുണ്ടെന്ന്
ഇപ്പോൾ നിങ്ങൾ മനസ്സാക്കിയിരിക്കുന്നു എങ്കിൽ നാളെ അതും നിങ്ങൾ കാണേണ്ടി വരുമെന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുക. എന്നല്ല, ഷെയ്ഖ് അഹമ്മദ് യാസീന് ശേഷം, അദ്ദേഹത്തിന്റെ എക്സസൈസിന് ശേഷം ഹമാസിന്റെ നേതൃത്വം ഏറ്റെടുത്ത അബ്ദുൽ അസീസ് റന്തീസി എഴുതിയ ഒരു ലേഖനമുണ്ട്, വായിച്ചിരിക്കേണ്ട ഒരു ലേഖനം അറബി ഭാഷയിൽ. ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നി അത്തവഖഉ അൻ യുംകിനല്ലാഹു സഹായിന മിൻ ഹദ്മിൽ മസ്ജിദിൽ അഖ്സ. ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ്, ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, മസ്ജിദുൽ അഖ്സ തകർക്കാൻ സയനിസ്റ്റുകൾക്ക് അല്ലാഹു അവസരം കൊടുക്കുമെന്ന്. മസ്ജിദുൽ അഖ്സ തകർക്കാൻ സയനിസ്റ്റുകൾക്ക് അല്ലാഹു അവസരം കൊടുക്കുമെന്ന്. എന്താ കാരണം? കാരണം എന്ന് വെച്ചാൽ കമാ മക്കനഹും മിൻ ഇഗ്തിയാലി ഷെയ്ഖ് അഹമ്മദ് യാസീൻ, ഷെയ്ഖ് അഹമ്മദ് യാസീനെ കൊന്നുകളയാൻ അവർക്ക് പറ്റിയില്ലേ എങ്കിൽ ഇതേപോലെ മുസ്ലിം ലോകത്തിന്റെ നിസ്സംഗതയ്ക്ക് നടുവിൽ മസ്ജിദുൽ അഖ്സ അവർ തകർക്കും. അങ്ങനെ സംഭവിക്കുമെന്ന് അദ്ദേഹം തുടർന്ന് ആ ലേഖനത്തിൽ പറയുന്നു, വൽ അഖ്സൽ യൗമ യഈഷു അലാ അദദിൻ കബീരി മിനൽ അൻഫാഖ് വൽ ഹഫരിയാത്ത്. ഇന്ന് മസ്ജിദുൽ അഖ്സ എങ്ങനെ നിൽക്കുന്നു നിങ്ങൾ അറിയണം. ഇന്ന് മസ്ജിദുൽ അഖ്സ നിൽക്കുന്നത് അദദിൻ കബീരി മിനൽ അൻഫാഖ്, ധാരാളം തുരങ്കങ്ങൾ അതിന്റെ അടിയിലേക്ക് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. വൽ ഹഫരിയാത്ത്, കുറേയേറെ ഉൽഖനങ്ങളും ധാരാളം തുരങ്കങ്ങളും യഹൂദർ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫഹുവൽ യൗമ ലാ അസാസ ലഹു ഫിൽ അർളി യസ്ബുതുഹു, അതിന് ഉറപ്പ് നൽകുന്ന ഒരു അടിത്തറ ഇന്നില്ല. അത് ഏത് നിമിഷവും തകർക്കാൻ പറ്റുന്ന കോലത്തിലാ. ഇടക്കിടക്ക് ഫിലസ്തീനിലെ വാർത്ത ശ്രദ്ധിച്ച ആൾക്ക് ബോധ്യമുണ്ടാകും, മസ്ജിദുൽ അഖ്സയുടെ അടിയിലേക്ക് തുരങ്കം നിർമ്മിച്ചും അവിടെ ഉൽഖനനം നടത്തിയും ഒക്കെ അതിനെ തകർക്കാൻ തറമാന്താൻ ശ്രമിച്ച യഹൂദന്റെ ശ്രമത്തെ കുറിച്ച് അതിനെ മുൻനിർത്തി അദ്ദേഹം പറയാ, അത്രയേറെ നഫക്കുകൾ, തുരങ്കങ്ങൾ, അത്രയേറെ ഹഫരിയാത്ത് ഉൽഖനനങ്ങൾ നടത്തിയിട്ട് അതിന്റെ തറ ദുർബലമാക്കി വെച്ച അവസ്ഥയിലാണ് കൂട്ടരെ ആ ഭവനം. അതുകൊണ്ട് അധികം വൈകാതെ അത് അവർ തകർക്കുന്നത് നിങ്ങൾ കാണേണ്ടി വരുമെന്ന്. അങ്ങനെയാണ് ഭവനങ്ങളുടെ തകർച്ച നടന്നത്. ഒരു മുസ്ലിം സമുദായം ബോധപൂർവം തമ്പുരാന്റെ ദൗത്യവും നിയോഗം ഏറ്റെടുത്തുകൊണ്ട് രംഗത്തില്ലാത്തപ്പോ അത് തകർക്കപ്പെടാൻ ശത്രുക്കൾക്ക് അല്ലാഹു അവസരം കൊടുക്കുമെന്ന്. അങ്ങനെ അവസരം കിട്ടിയ ദുരന്തങ്ങൾ ഒന്ന് നമ്മുടെ മുമ്പിൽ, രണ്ട് അപ്പുറത്ത് കാണാനിരിക്കുന്നത്. ഇങ്ങനെ അങ്ങ് വിഷയങ്ങൾ പഠിച്ചിട്ട് പോകണം. എങ്കിലേ ഈ നിസ്സംഗതയുടെ ഇടയിൽ ഇത്തിരി ചിന്തയുള്ളവർക്ക്, ഈമാനുള്ളവർക്ക് ഒന്ന് തെളിഞ്ഞിരിക്കാനും തന്റെ നിയോഗത്തെ മനസ്സിലാക്കാനും കഴിയൂ. അതുകൊണ്ട് ഇങ്ങനെ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട പശ്ചാത്തലത്തിൽ പുതിയ ഭവനത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോ അതിനുമായി ബന്ധപ്പെട്ട് ഈ ചരിത്രം പഠിച്ചുകൊണ്ടിരിക്കുക, അപ്പുറത്തെ ചരിത്രവും പഠിക്കണം. രണ്ടും കൂടി ചേർത്തങ്ങ് വെക്ക് നിങ്ങൾ, അപ്പൊ കാര്യങ്ങൾ ശരിക്കങ്ങ് മനസ്സിലാകും. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ഈ പറയുന്ന തകർക്കപ്പെട്ട പള്ളിയുടെ സ്ഥലത്ത് പണിതിരിക്കുന്ന ഈ ഭവനമുണ്ടല്ലോ, ആ ഭവനത്തിൽ അങ്ങനെ അങ്ങ് കേറിയിട്ട് സമാധാനത്തിൽ പോകാൻ കഴിയില്ലെന്ന് തമ്പുരാന്റെ ചര്യ അങ്ങനെയാണെന്ന്. അതുകൊണ്ട് ഈ വലിയ അക്രമികൾക്ക് അള്ളാഹു ചിലതൊക്കെ ഒരുക്കി വെക്കുമെന്ന്. ഇഹലോകത്ത് അവരെ കുറിച്ച് ഇങ്ങനെ ലോകം വായിക്കോ നിന്ദ്യരായിരിക്കുമെന്ന്, പരലോകത്ത് അവർക്ക് വേറെയും തമ്പുരാനും വെച്ചിട്ടുണ്ടെന്ന്. ഇങ്ങനെയൊക്കെ കൃത്യമായിട്ട് ഖുർആൻ പറയുമ്പോൾ സഹോദരന്മാരെ നമ്മൾ കാര്യങ്ങൾ അറിയണം. അതുകൊണ്ട് ഇപ്പോൾ ഈ 22-ന്റെ ദിനവുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് പല ചർച്ചകളും കേൾക്കുന്നു, പല കോണിൽ നിന്ന് വർത്തമാനങ്ങൾ പറയുന്നു. അതുകൊണ്ട് ബുദ്ധിയുള്ള സഹോദരന്മാർ ചോദിക്കുന്നു, നിങ്ങൾ നിർമ്മിക്കുന്ന ആ മന്ദിറിൽ ഈശ്വര ചൈതന്യം ഉണ്ടാകുമോ എന്ന്. നിങ്ങളുടെ ചരിത്രത്തിലെ നിങ്ങളിപ്പോൾ പ്രതിഷ്ഠിക്കാൻ പോകുന്ന രാമൻ ചരിത്രം പഠിപ്പിച്ച മര്യാദ രാമനാണോ എന്ന്, അതോ നിങ്ങളുടെ സംഘപരിവാരത്തിന്റെ വിദ്വേഷത്തിന്റെ ഈർഷ്യയുടെ രാമനാണോ, രാഷ്ട്രീയ രാമനാണോ എന്ന്. അവിടെ സ്വയംഭൂവായിരുന്നു വിഗ്രഹ പ്രതിഷ്ഠ എന്ന് പറഞ്ഞ് ബാബരി മസ്ജിദ് തകർക്കാൻ കോപ്പ് കൂട്ടിയ ആളുകൾ ഇപ്പോൾ ആ പ്രതിഷ്ഠ മാറ്റിയിട്ട് പുതിയ പ്രതിഷ്ഠ കൊണ്ടുവരുന്നതിനെ കുറിച്ചും ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് താന്ത്രവിദ്യ പ്രകാരമല്ല എന്ന് സ്വാമിമാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മന്ദിരത്തിന്റെ പണി പൂർത്തിയാക്കാത്തത് കൊണ്ട് പ്രതിഷ്ഠ അംഗീകൃതമല്ലെന്ന് ശങ്കരാചാര്യന്മാർ സ്വാമികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ വർത്തമാനമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നതും നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. നീതിന്യായ കോടതിയുടെ വിധിയുമായി ബന്ധപ്പെട്ട വർത്തമാനങ്ങൾ വേറെയും, നീതിന്യായ വ്യവസ്ഥയിൽ സാധാരണക്കാരുടെ വിശ്വാസത്തിന് വലിയ ഇടിവ് സംഭവിച്ചിരിക്കുന്നു എന്ന് സംസാരിച്ചത് ജസ്റ്റിസ് എസ് ഓഖ എന്ന് പറയുന്ന ഡൽഹിയിലെ ഈ കോടതിയിലെ അംഗീകരിക്കപ്പെട്ട ഒരു ജസ്റ്റിസാണ്. അദ്ദേഹം അത് പറഞ്ഞത് ഈ കഴിഞ്ഞ ജനുവരി 18 എന്ന് മനസ്സിലാക്കണം. അപ്പോൾ വിധിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് വർത്തമാനങ്ങൾ. എന്നല്ല, ആ വിധി എന്നത് ഒരു വിധി തീർപ്പല്ല, അത് വേറെ ഒരു വഴിയില്ലെന്നതിന്റെ ഭാഗമായി ചെയ്ത ഒരു നിലപാട് സ്വീകരണമാണ് എന്നൊക്കെ ഇപ്പോൾ സംസാരിക്കുന്ന ജസ്റ്റിസുമാരെ നമ്മൾ കണ്ടു. ആ സ്ഥലത്ത് മന്ദിരം പണിയാൻ അനുവാദം കൊടുത്തിട്ട് ആ വിധി തീർപ്പിന് ശേഷം
നന്നായിട്ട് പോയിട്ട് ഹോട്ടലിൽ കയറി ആഘോഷിച്ച ജഡ്ജിമാരെ കുറിച്ച് വായിച്ചു. അതിൽ ചില ആളുകളൊക്കെ സമ്മാനിതരായിട്ട് ഉയർന്ന സ്ഥാനങ്ങൾ വാങ്ങി നമ്മൾ അറിഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വർത്തമാനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് പള്ളിക്ക് വേണ്ടി സ്ഥലം കൊടുക്കാൻ ഈ വിധിർപ്പിന്റെ ഭാഗമായിട്ട് പറഞ്ഞിരുന്നു. ഇന്ത്യൻ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ ട്രസ്റ്റിനായിരുന്നു ആ സ്ഥലം പതിച്ചു കൊടുത്തത്. ഈ പറയുന്ന സ്ഥലത്തിന് 25 കിലോമീറ്റർ അപ്പുറത്ത് 5 ഏക്കർ ഭൂമി പകരം പള്ളി നിർമ്മിക്കാൻ കൊടുത്തു. അതിനെക്കുറിച്ച് ഒരുപാട് തള്ളലുകൾ നമ്മൾ കേട്ടു. വലിയ സംഗതിയാണ്. അവിടെ പലതും നടക്കാനിരിക്കുന്നു. വലിയ മ്യൂസിയങ്ങൾ വരുന്നു, അവിടെ വലിയ ആശുപത്രി വരുന്നു എന്നിങ്ങനെ പലതും പറഞ്ഞു. അങ്ങനെ മക്കയിലെ ഇമാം എന്ന് ഉദ്ഘാടനം ചെയ്യുമെന്ന് വരെ കഴിഞ്ഞ ദിവസങ്ങൾ പുല്ല് മുളച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണത്. അതിർത്തി തിരിക്കുന്ന മതിലല്ലാതെ വേറെ ഒന്നും അവിടെയില്ല. പണമില്ലാത്തത് കൊണ്ട് അങ്ങ് നിർമ്മാണമേ നടന്നില്ല. ഇതൊക്കെ നമ്മൾ ചേർത്ത് വായിക്കണം. ഇങ്ങനെയൊക്കെ ഒരു സമൂഹത്തിലെ വസ്തുതകളെ കൃത്യമായി മുമ്പിൽ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ നേരെ ചൊവ്വേ വൈകാരികമായി തന്നെ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റണം. ഇക്കാരണത്താൽ ഈ സംഗതികളൊക്കെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുക. ഇതൊന്നും മുമ്പിൽ വെക്കാതെ ഈ പറയുന്ന ചരിത്രം, ഈ അനീതിയുടെ, അന്യായത്തിന്റെ, അധർമ്മത്തിന്റെ, രക്തച്ചൊരിച്ചിലിന്റെ എല്ലാ ചരിത്രവും മറന്നിട്ട് പള്ളി പൊളിച്ചടത്ത് മന്ദിരം വരുന്നതിനെ, ആ മന്ദിരത്തെ മാത്രം പറഞ്ഞുകൊണ്ട് ലോകോ സമസ്ത സുഖിന ഭവന്തു എന്ന് പറയുന്ന നിഷ്കളങ്കതയെ നമുക്ക് അങ്ങനെ അങ്ങ് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് ചരിത്രത്തിന്റെ നാൾ വഴികളെ അടയാളപ്പെടുത്തിക്കൊണ്ട് ചില വസ്തുതകൾ പറഞ്ഞതാ. കൃത്യമായിട്ട് ഖുർആന്റെ പ്രയോഗം വളരെ ശരിയാണ്. ഉലൈക മാ കാന ലഹും യദ്ഖുലൂഹാ ഇല്ലാ ഖായിഫീൻ. പേടിച്ചുകൊണ്ടല്ലാതെ അവിടെ പ്രവേശിക്കാൻ അവർക്ക് പറ്റില്ല. നിർഭയമായി പ്രവേശിക്കാൻ കഴിയില്ല. മനസ്സിൽ ഉൾഭയമില്ലാതെ നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയില്ല. എന്നല്ല, നിങ്ങളെ ലഹും ഫിദ്ദുനിയാ ഖിസിയുൻ, നിന്യത മാത്രമായിരിക്കും നിങ്ങളുടെ ചരിത്രത്തിൽ ഇനി അടയാളപ്പെടുത്തപ്പെടാൻ പോകുന്നത്. വലഹും ഫിൽ ആഖിറതി അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ നിങ്ങൾക്ക് പരലോകത്ത് വേറെയും ഉണ്ടെന്ന് ഈ ആയത്ത് വിശദീകരിച്ച് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പറയുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ പറഞ്ഞ ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട്, അൽ മസാജിദു ബുയൂത്തുല്ലാഹ്, നിങ്ങൾ അറിയണം, പള്ളികൾ തമ്പുരാന്റെ ഭവനങ്ങളാ. മുസ്ലിം സമുദായം പിടിച്ചെടുത്ത ഭൂമിയിൽ പള്ളി വെക്കില്ല. പിടിച്ചെടുത്ത ഭൂമിയിലോ അന്യന്റെ ഭൂമിയിലോ പള്ളിക്ക് വേണ്ടി സംവിധാനങ്ങളുടെ ഭൂമിയിലോ അല്ലാതെ ഒരിക്കലും മുസ്ലിങ്ങൾ പള്ളി വെക്കില്ല. കാരണം അത് ഇസ്ലാമികമായി പാടില്ല. ഒരാരാധനാലയം തമ്പുരാന്റെ ഭവന, അത് ന്യായമായ അവസ്ഥയിൽ മാത്രമേ പണിയൂ. അതിന്റെ 1 ഇഞ്ച് ഭൂമിയും അതുമായി ബന്ധപ്പെട്ടവർ വിട്ടുകൊടുക്കാത്ത കാലത്തോളം അവിടെ അത് പണിയില്ല. ഒരു ബിൽഡിംഗ് നിർമ്മാണത്തിന്റെ അതിർത്തി പാലിക്കുന്നിടത്ത് പോലും ഒരിത്തിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കണമെങ്കിൽ ആ ഭൂമിക്കകത്തുള്ള പണി ചെയ്യുമ്പോഴും അയൽക്കാരന് അനുവാദം ചോദിച്ചിട്ടേ പള്ളി നിർമ്മിക്കൂ. കാരണം അങ്ങനെയാണ് ഇസ്ലാമിന്റെ രീതി. അതേസമയം ഈ പറഞ്ഞ രീതിയിൽ തമ്പുരാന്റെ ഭവനത്തെക്കുറിച്ചുള്ള ഗരിമയും ഗാംഭീര്യവും അറിയുന്ന ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറഞ്ഞ ഹദീസ് കേൾക്കുക. അൽ മസാജിദു ബുയൂത്തുല്ലാഹ്, അല്ലാഹുവിന്റെ പള്ളികൾ അല്ലാഹുവിന്റെ ഭവനങ്ങളാണ്. തുലീഉ ലി അഹ്ലിസ് സമാ, മണ്ണിൽ നിൽക്കുന്ന, ഭൂമി നിൽക്കുന്ന പള്ളികൾ ആകാശത്തെ പ്രകാശിപ്പിക്കും. കമാ തുലീഉൻ നുജൂമു ലി അഹ്ലിൽ അർദ്, ആകാശത്തെ നക്ഷത്രങ്ങൾ ഭൂമിയെ പ്രകാശിപ്പിക്കുന്ന പോലെ. ആകാശത്തെ നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് നമുക്ക് പ്രകാശം ചൊരിഞ്ഞ് രാത്രിയിൽ അതിന്റെ സൗന്ദര്യത്തെ നമ്മെ കാണിക്കുന്നത് പോലെ മണ്ണിൽ പണിത പള്ളികൾ ആകാശ ലോകത്തെയും ആകാശ ലോകത്തുള്ളവരെയും അവർക്ക് പ്രകാശം നൽകുമെന്നാണ്. അങ്ങനെ ആകാശലോകവും ഭോഗവും ഭൂമിയും തമ്മിൽ, ആകാശവും ഭൂമിയും തമ്മിൽ, മണ്ണും വിണ്ണും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടങ്ങളാണ് പള്ളികൾ. ഈ യാഥാർത്ഥ്യം മനസ്സിലാകാതെ പോയവർക്കാണ് പള്ളി പൊളിച്ച് എന്തുമാക്കുമെന്ന തോന്നലുണ്ടാകുന്നത്. ഒരു മുസൽമാനെ ചിന്തിക്കാൻ കഴിയില്ല. ധാർമ്മികമായി വേദപ്രോക്ത മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരാൾക്കും അത് സാധിക്കില്ല. അത്തരം അക്രമം ചെയ്യുന്ന ആളുകൾ യഥാർത്ഥത്തിൽ തന്നെ വലിയ അക്രമികളായിട്ട് മാറുമെന്നും ആ അക്രമം അവരെ വല്ലാത്ത അളവിൽ പിടികൂടുമെന്നും അത് അവരുടെ തലമുറകളോളം നീണ്ടു നിൽക്കുന്ന ചരിത്രത്തിൽ വലിയ കറുത്ത പാടുകളായി മാറുമെന്നും അത്തരം ദിനങ്ങൾ സമൂഹത്തിന്റെ ഓർമ്മയിൽ ഇരുള് പരത്തുമെന്നും കൃത്യമായി മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ നമുക്ക് ന്യായമുണ്ടെന്ന് സഹോദരന്മാരെ അറിയണം. അതുകൊണ്ട് ഈ അക്രമവും അനീതിയും കണ്ടിട്ട് നിശബ്ദരായിരിക്കലല്ല, നിങ്ങൾക്ക് ചിന്തകൾ ഉണ്ടാകണം. നിങ്ങളെ വരും തലമുറക്ക് പകർന്നു കൊടുക്കണ ചരിത്രം. മസ്ജിദുൽ അഖ്സ ഒരു കാലത്ത് വീണ്ടും ശത്രുയുടെ കയ്യിലായപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല മോചിപ്പിച്ച ശേഷം നീണ്ട കാലത്തിന് ഒടുവിൽ പിന്നെയും ഇസ്ലാമിന്റെ ശത്രുക്കൾ അത് കൈയടക്കിയപ്പോ അന്ന് ജീവിച്ച സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഉമ്മ കുഞ്ഞായ സലാഹുദ്ദീൻ അയ്യൂബിക്ക് അമ്മിഞ്ഞ കൊടുക്കുമ്പോഴും പിന്നീട് ഭക്ഷണം കൊടുക്കുമ്പോഴും മസ്ജിദുൽ അഖ്സയുടെ ചരിത്രം പറഞ്ഞു കൊടുത്തിരുന്നു. ആ ചരിത്രം കേട്ട് വളർന്ന സലാഹുദ്ദീൻ അയ്യൂബിയുടെ സ്വപ്നമായിരുന്നു മസ്ജിദുൽ അഖ്സയുടെ മോചനം.
പിന്നീട് തമ്പുരാന്റെ അനുമതിയാൽ അദ്ദേഹത്തിന്റെ കയ്യിലൂടെ മസ്ജിദുൽ അഖ്സ മോചിപ്പിക്കപ്പെട്ട ഒരു ചരിത്രം നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്കുമുണ്ട് നിയോഗം. ഈ ചരിത്രം മറക്കാനുള്ളതല്ല, ഇത് മറക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ കൂട്ടത്തിലുണ്ട്. നിങ്ങൾ മറക്കണമെന്ന് ഉപദേശിക്കുന്ന മിമ്പറുകളുണ്ട്. നിങ്ങളത് മറന്നു പോകാൻ ആഗ്രഹിക്കുന്നവർ വേറെയുമുണ്ട്. മറക്കാനുള്ളതല്ല, പച്ചയായിട്ട് മനസ്സിൽ പ്രതിഷ്ഠിക്കാനുള്ളതാണ് ചരിത്രം. മറക്കാനുള്ളതല്ല, പച്ചയായി മനസ്സിൽ പ്രതിഷ്ഠിക്കാനുള്ള ചരിത്രം. അതുകൊണ്ട് ഈ ചരിത്രത്തെ നെഞ്ചേറ്റി വാങ്ങുക. ഈ അനീതിയെ ശരിക്കും അറിയുക. നിങ്ങളുടെ തലമുറകളെ ശരിക്കും ഈ വിജ്ഞാനത്തെ കുടിപ്പിക്കുക. അവർ ഈ യാഥാർത്ഥ്യം അറിഞ്ഞ് വളരട്ടെ. ഈ അനീതിയുടെ അക്രമത്തിന്റെ നാൾ വഴികളെ അവരുടെ ചരിത്രാവബോധത്തിനകത്ത് തെളിഞ്ഞു കിടക്കട്ടെ. അങ്ങനെ ഒരു രീതി നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ദിനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറന്ന്, ഡിസംബർ 6 മറന്ന്, ഇനി ജനുവരി 22 മറന്ന് അങ്ങനെ അങ്ങ് പോകാമെന്ന് വെക്കുന്നതോട് നമുക്ക് ശക്തമായ വിയോജിപ്പുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രതിരോധം സാധ്യമാകണം. ഈ നാട്ടിൽ നിയമമുണ്ട്, ക്രമമുണ്ട്, ഇവിടെ മനുഷ്യരുണ്ട്, ഇവിടെ നീതിക്കൊണ്ട് ശബ്ദിക്കുന്ന ഒരുപാട് പേർ വേറെയുമുണ്ട്. നമ്മൾ ഒറ്റക്കല്ല, ഒരുപാട് മനുഷ്യർ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ശബ്ദങ്ങൾ ഉണ്ടായി വന്നത്. എങ്കിൽ അത്തരം ആളുകളുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ശക്തമായ പ്രതിരോധം തീർക്കാൻ നമുക്ക് സാധിക്കണം. തമ്പുരാൻ പഠിപ്പിച്ച പാഠമാണ്. ഒരു ദേവാലയവും തകർക്കപ്പെടാൻ പാടില്ല. അത് സിനഗോഗുകളാവട്ടെ, യഹൂദന്റെ, അത് ക്രൈസ്തവന്റെ ചർച്ചാവട്ടെ, മുസൽമാന്റെ പള്ളിയാവട്ടെ, ഹൈന്ദവരുടെ മഠങ്ങളാവട്ടെ, ഈ 4 പേരും ഖുർആൻ എടുത്ത് പറഞ്ഞിരിക്കുക. വിശുദ്ധ വേദഗ്രന്ഥമാകുന്ന ഖുർആനിൽ അന്യ മതസ്ഥരുടെ പേര്, മതങ്ങളുടെ ദേവാലയങ്ങളുടെ പേരെടുത്ത് പറഞ്ഞിട്ട് തകർക്കപ്പെടാൻ പാടില്ല. നിങ്ങൾ നോക്കി നിൽക്കാൻ പാടില്ല. നിങ്ങൾക്ക് ന്യായമായി പ്രതിരോധിക്കാൻ ബാധ്യതയുണ്ട് എന്ന് പഠിപ്പിച്ചത് വിശുദ്ധ ഖുർആൻ. സൂറ അൽ ഹജ്ജിലെ 40-ാം വചനം. വലൗലാ ദഫ്ഉല്ലാഹി നാസ ബഅദഹും ബിബഅദിൻ. ഒരു വിഭാഗം മനുഷ്യരുടെ അക്രമത്തെ മറ്റൊരു വിഭാഗം തടഞ്ഞില്ല എങ്കിൽ, വലൗലാ ദഫ്ഉല്ലാഹി നാസ ബഅദഹും ബിബഅദിൻ, ഒരു വിഭാഗത്തിന്റെ അതിക്രമത്തെ മറ്റൊരു വിഭാഗത്തെ കൊണ്ട് അല്ലാഹു പ്രതിരോധിച്ചില്ല എങ്കിൽ ലഹുദ്ദിമത് സവാമിഉ വബിയഉൻ വസലവാത്തുൻ വമസാജിദു. സിനഗോഗുകൾ തകർക്കപ്പെടും, യഹൂദന്റെ ചർച്ചുകൾ തകർക്കപ്പെടും, ക്രൈസ്തവന്റെ മഠങ്ങൾ തകർക്കപ്പെടും, ഹൈന്ദവന്റെ മസാജിദ് പള്ളികൾ തകർക്കപ്പെടും, മുസൽമാന്മാരുടെ യുദ്കറു ഫീഹ ഇസ്മുല്ലാഹി കസീറ, തമ്പുരാന്റെ നാമങ്ങൾ നിരന്തരമായി മുഴങ്ങുന്ന പള്ളികൾ ഉൾപ്പെടെ തകർക്കപ്പെടും. അതുകൊണ്ട് നിങ്ങൾ പ്രതിരോധിക്കണം. ഒരു അന്യായക്കാർക്കെതിരെ നിങ്ങൾ ന്യായത്തിന്റെ പക്ഷത്തുണ്ടാവണം. ഈ പ്രതിരോധം നിങ്ങളുടെ ബാധ്യതയാണെന്ന് അള്ളാഹ് അങ്ങനെ ഒരു നിയോഗം ഏറ്റെടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ കൂടെ ഉണ്ടാവണം. എങ്ങനെ കൂടെ ഉണ്ടാവണം? നിശ്ചയം അല്ലാഹുവിനെ സഹായിക്കുന്നവരെ മാത്രമേ അള്ളാഹ് സഹായിക്കൂ. നിങ്ങൾ അങ്ങനെ കയ്യും കെട്ടിയിരുന്ന് ദിക്റും സ്വലാത്തും ഒക്കെ എണ്ണം തികച്ച് നമസ്കാരം മുറത്തെ നിർവഹിച്ച് അങ്ങനെ അങ്ങ് പോകാവുന്ന നിർജീവാവസ്ഥയിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ ഇത്തിരി ജീവൻ തുടിപ്പുകൾ കാണിക്കണം. നിങ്ങൾക്ക് ചിന്തകൾ ഉണ്ടാവണം, നിങ്ങൾക്ക് തീരുമാനങ്ങൾ ഉണ്ടാവണം, നിങ്ങൾക്ക് അറിവുകൾ ഉണ്ടാവണം. ഈ അറിവുകൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെയും പ്രചോദിപ്പിക്കണം. നിങ്ങളുടെ വരും തലമുറക്ക് പകർന്നു കൊടുക്കാൻ നിങ്ങൾ ശരിക്കും ശ്രമിക്കണം. ചരിത്രം മാറ്റി എഴുതപ്പെട്ട പുതിയ സിലബസ് പഠിക്കുന്ന സ്കൂളിനകത്ത് കിട്ടുന്ന വിവരങ്ങൾ എന്തായിരിക്കുമെന്ന ചിന്ത ഇനിയെങ്കിലും മുസ്ലിം സമുദായത്തിന് വേണം. ചരിത്ര പാഠങ്ങൾ തെരുവിൽ പഠിപ്പിക്കേണ്ട കാലമായിരിക്കുന്നു ഇപ്പോൾ. നമ്മുടെ കുടുംബത്തിനും ചരിത്ര പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു വസ്തുത മുമ്പിലുണ്ടായിരിക്കെ ഈ യാഥാർത്ഥ്യത്തെ അങ്ങ് മറന്നിട്ട് അങ്ങനെ അങ്ങ് സഞ്ചരിക്കാൻ നിങ്ങൾ നിൽക്കരുത്. അത് കുഴപ്പം സൃഷ്ടിക്കും. അതുകൊണ്ട് നിങ്ങളെ അള്ളാഹ് സഹായിക്കണമെങ്കിൽ നിങ്ങൾ തമ്പുരാനെ സഹായിക്കണം. വലയൻസുറന്നല്ലാഹു മയ്യൻസുറുഹു, നിശ്ചയം അള്ളാഹുവിനെ സഹായിക്കുന്നവരെ മാത്രമേ അള്ളാഹ് സഹായിക്കൂ. ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്, അങ്ങനെ സഹായിക്കാൻ തമ്പുരാൻ ശക്തനാ. നിങ്ങൾക്കുണ്ടോ സംശയം? അന്ന് മസ്ജിദുൽ ഹറാം പൊളിക്കാൻ വേണ്ടി അബ്ബറത്തെ രാജനും കൂട്ടനും വന്നില്ലേ വലിയ ആനപ്പടയുമായിട്ട്? അന്ന് ഇസ്ലാമിന് വേണ്ടി ആ ഭവനത്തെ പ്രതിരോധിക്കാൻ ഒരാളും ഉണ്ടായിരുന്നില്ല. പക്ഷെ തമ്പുരാന്റെ അബാബിലുകൾ അങ്ങനെ സീല് വെക്കപ്പെട്ട ചുടുകട്ടകളുമായി വന്നിട്ട് അബ്ബറത്തിനെയും കൂട്ടരെ നിലംപരിശാക്കിയ വാർത്ത സൂറ അൽ ഫീലിൽ വായിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ. എന്നിട്ട് നമുക്കുണ്ടോ സംശയം തമ്പുരാന്റെ ശക്തിയെ കുറിച്ച്? പക്ഷേ ഇവിടെ ബാബരി മസ്ജിദിന്റെ വിഷയത്തിലും അപ്പുറത്ത് ബൈത്തുൽ മുഖദ്ദസിന്റെ വിഷയത്തിലും തമ്പുരാൻ ഇടപെടില്ല. എന്തുകൊണ്ട് ഇടപെടില്ല? നിങ്ങളാകുന്ന ഒരു കൂട്ടർ മണ്ണിൽ ജീവിക്കുന്നുണ്ട് ഇസ്ലാമിന്റെ പേരിൽ. നിങ്ങളുടെ നിയോഗം നിങ്ങൾ ഏറ്റെടുക്കാതെ പോയി, നിങ്ങളുടെ ദൗത്യവും നിങ്ങൾ മറന്നു. അങ്ങനെ നിങ്ങൾ സുഖലോലുപന്മാരായി ഇത്തരം നിങ്ങളുടെ എതിർപക്ഷത്തുള്ള സംഘപരിവാരത്തിനും സയനിസ്റ്റ് ജൂത ലോബിക്കും ക്രൈസ്തവ സയൻസ് നിങ്ങൾ വിടുപണി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നിങ്ങൾ അവരുമായി നോർമലൈസ്ഡ് ആയ ഒരു ക്രമത്തിലേക്ക്, ഒരു സാധാരണ അവസ്ഥയിലേക്ക്, അവർക്ക് ശല്യപ്പെടുന്ന ഒരു വർത്തമാനവും പറയാതെ ജീവിക്കാൻ തുടങ്ങിയപ്പോ നിങ്ങൾ അനുഭവിക്കേണ്ടത് അനുഭവിച്ചിട്ടല്ലാതെ, നിങ്ങളുടെ വരും തലമുറ തിരിച്ചറിവ് നേടി രംഗത്ത് എഴുന്നേറ്റ് നിൽക്കുമ്പോഴല്ലാതെ
തമ്പുരാന്റെ സഹായം സംഭവിക്കില്ല എന്ന് ഈ ആയത്ത് വെച്ചുകൊണ്ട് കൃത്യമായി ഇസ്ലാമിലെ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. അതേസമയം നിങ്ങൾ ഈ നിയോഗം ഏറ്റെടുത്താലോ? അള്ളാഹു പറയുന്നു അടുത്ത ആയത്ത് സൂറ അൽ ഹജ്ജിൽ, ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനു. മുഖത്തിൽ ഓതി വെച്ച സൂക്തം അതാണ്. ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനു. വിശ്വാസികൾക്ക് വേണ്ടി തമ്പുരാൻ പ്രതിരോധിക്കുമെന്നാണ്. വിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു പ്രതിരോധിക്കും. നിങ്ങൾ ദുർബലരായി പോകില്ല, നിങ്ങളെ കൂടെ തമ്പുരാൻ ഉണ്ടാകും. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല ഖവ്വാനിൻ കഫൂർ. കാരണം നന്ദി കെട്ട വഞ്ചകരെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. ഈ അനീതി കാണിക്കുന്ന, അധർമ്മം കാണിക്കുന്ന, നന്ദികേട് കാണിക്കുന്ന, വഞ്ചന കാണിക്കുന്ന ഒരു കൂട്ടരെയും തമ്പുരാൻ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് തമ്പുരാൻ ഇഷ്ടമില്ലാത്ത ആളുകൾക്കെതിരെ, അനീതിക്കെതിരെ, അധർമ്മത്തിനെതിരെ, നിങ്ങളുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി നിങ്ങൾ രംഗത്ത് നിന്നാൽ നിങ്ങളെ പ്രതിരോധിക്കാൻ തമ്പുരാൻ ഉണ്ടാകുമെന്ന്. ആ പ്രതിരോധത്തിന്റെ രീതിയും സഹോദരന്മാരെ നമ്മൾ പഠിക്കണം. ചരിത്രം അറിയേണ്ടതുണ്ട്, ചരിത്രം പഠിക്കേണ്ടതുണ്ട്. നിങ്ങൾ അറിയണം, പറഞ്ഞു കേൾക്കുന്ന വർത്തമാനം കള്ളങ്ങളാണ്. വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ട് നമുക്കെതിരെ രംഗത്ത് വരുന്ന ആളുകൾക്ക് വസ്തുതകൾ അറിയില്ല. നമുക്ക് ഇപ്പോൾ വസ്തുതകൾ അറിയില്ല, വസ്തുതകളെ പേടിയാണ്. ചരിത്രം പഠിക്കാനും തയ്യാറല്ല. നിങ്ങൾ അറിയണം, ഈ പറയുന്ന രാമൻ ഭഗവാനെ കുറിച്ച് നേരെ ചൊവ്വേ ഇന്ത്യയിലെ മനുഷ്യർ അറിയാൻ തുടങ്ങിയത് തുളസീദാസ് രാമചരിതമാനസ് എഴുതിയ കാലത്താ. അത് അക്ബർ ചക്രവർത്തിയുടെ കാലത്താ. അക്ബർ ചക്രവർത്തിയുടെ വല്ലുപ്പയാണ് ബാബർ. ബാബറിന്റെ മകൻ ഹുമയൂൺ, ഹുമയൂണിന്റെ മകൻ അക്ബർ ചക്രവർത്തി. ഈ തുളസീദാസ് രാമചരിതമാനസം എഴുതിയതിനു ശേഷമാണ് ഇന്ത്യയിലെ മനുഷ്യർക്ക് നേരെ ചൊവ്വേ രാമനെ കുറിച്ച് അറിയാൻ അവസരമുണ്ടായത്. ഇത് നിങ്ങളും പഠിക്കേണ്ട ചരിത്ര. അതിനുമ്പ് വാൽമീകി എഴുതിയിട്ടുണ്ട്, അത് സംസ്കൃതത്തിലാ. സംസ്കൃതം ഇവിടെ അധികം ആർക്കും അറിയുമായിരുന്നില്ല. തുളസീദാസ് എഴുതിയത് നല്ല സുന്ദരമായ നാടോടി ഭാഷയിലാണ്. അതുകൊണ്ട് അക്ബറിന്റെ കാലത്ത് കൃത്യമായി അദ്ദേഹത്തിന്റെ അനുമതിയോടെ, പിന്തുണയോടെ തുളസീദാസ് രാമചരിതമാനസം പ്രചരിച്ചപ്പോഴാണ് ഇന്ത്യക്കകത്തെ സാധാരണക്കാരന് രാമനെ പരിചയപ്പെടാൻ കഴിഞ്ഞത്. അതുവരെയും രാമന് ഒരു അമ്പലം ഉണ്ടായിരുന്നില്ല. അക്ബറിന്റെ കാലത്താണ് 400-ലധികം ക്ഷേത്രങ്ങൾ അയോധ്യ ഉൾപ്പെടെ പണി കഴിപ്പിച്ചത്. അതാ ചക്രവർത്തിയുടെ സഹായത്തിന്റെ ഭാഗ. എന്നിട്ട് അങ്ങനെ ഉണ്ടായി വന്ന രാമക്ഷേത്രം എന്ന് പറയാവുന്ന സംവിധാനം, അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്ന സംവിധാനം, അതാണ് അക്ബറിന്റെ വല്ലുപ്പ ബാബർ തകർത്തു എന്ന് ഇവിടെ കൊട്ടിഘോഷിക്കപ്പെടുന്നത്. ബാബർ ആ സ്ഥലത്ത് വന്നിട്ടേ ഇല്ല. മൂപ്പരവിടെ പള്ളി പണിതിട്ടില്ല. അവിടെ നേരത്തെ അമ്പലവുമില്ല. ഇതൊക്കെ ചരിത്രമായി കൃത്യമായ തെളിവുള്ള കാര്യങ്ങളാണ്. ഈ വക വിഷയങ്ങളെ കുറിച്ച് നമ്മളെങ്കിലും അറിയേണ്ടതില്ലേ? തലമുറക്ക് പറഞ്ഞു കൊടുക്കേണ്ടതില്ലേ? അപ്പൊ ചരിത്രപരമായ വസ്തുതകളെല്ലാം മറന്നിട്ട് ആരൊക്കെയോ പറയുന്ന വർത്തമാനങ്ങളുടെ പിറകെ പോകുന്നതിനപ്പുറത്ത് നമ്മൾ സത്യത്തിന്റെ ഭാഗത്തായിരിക്കണം. സത്യം പറയാൻ കരുത്തുണ്ടാവുകയും വേണം. ഇനിയും നിങ്ങൾ അറിയണം, അങ്ങനെയുള്ള ഈ വിഷയത്തെ ബോധപൂർവം ഇന്ത്യക്കകത്തെ ഹിന്ദുത്വ വളർച്ചയുടെ വഴിയായി സ്വീകരിച്ചപ്പോൾ അതിന് പറ്റുന്ന അവസരം ഒരുക്കി കൊടുത്ത ആളുകളെ കുറിച്ചും അറിയണം. ഈ പറയുന്ന രാമനും രാമക്ഷേത്രവുമൊക്കെ വൈകാരിക വിഷയമായി വരാനുള്ള ആദ്യപടി സംഭവിച്ചത് ദൂരദർശന്റെ ചാനലിലൂടെ രാമായണം സീരിയൽ തുടങ്ങിയതിനു ശേഷമാണെന്ന് എല്ലാവരും രേഖപ്പെടുത്തി, ചരിത്രം പഠിക്കുന്ന എല്ലാവരും രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ സീരിയൽ തുടങ്ങിയ ശേഷമാണ് രാമനെ കുറിച്ചുള്ള ഒരു ചിന്ത ഉണ്ടാവുകയും അങ്ങനത്തെ ഒരു രാമന്റെ ഭവനത്തെ കുറിച്ച പ്രതിഷ്ഠ, പിന്നീട് ചിന്തയും പ്രതിഷ്ഠയും പിന്നീട് സംഘപരിവാർ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. 1987-88 കാലത്താണ് ഈ സംപ്രേഷണം നടന്നത്. അതിന്റെ തൊട്ടു മുമ്പ്, ഒരു വർഷം മുമ്പാണ് രാജീവ് ഗാന്ധി ആ പള്ളി പ്രാർത്ഥനയ്ക്ക് തുറന്നു കൊടുത്തു. ചരിത്രം നമ്മെ അസ്വസ്ഥപ്പെടുത്തേണ്ടതില്ല. നമുക്ക് ആരോടും പ്രത്യേകിച്ച് കൂറൊന്നുമില്ല, സത്യത്തോട് മാത്രമേ കൂടുള്ളൂ. ഈ രാമായണ സീരിയലുമായി ബന്ധപ്പെട്ട് BBC കറസ്പോണ്ടന്റ് ആയിരുന്ന സൗത്തിക് ബിശ്വാസ് പറഞ്ഞ ഒരു കാര്യം കൂടി നിങ്ങൾ കേൾക്കുക. ഈ സീരിയൽ നടക്കുന്ന കാലത്ത് ഞായറാഴ്ച രാവിലെ രാമായണ പരമ്പര ദൂരദർശൻ സംപ്രേഷണം ചെയ്യുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ നിശ്ചലമാകുമായിരുന്നു. തെരുവുകളിൽ ആരും ഉണ്ടാകുമായിരുന്നില്ല. കടകളെല്ലാം അടഞ്ഞു കിടക്കും. ആളുകൾ കുളിച്ച് കുറി തൊട്ട് TV സെറ്റുകൾ അലങ്കരിച്ച് രാമായണ പരമ്പരക്കായി കാത്തിരിക്കും. ഇങ്ങനെ അങ്ങോട്ട് ഈ സീരിയൽ അങ്ങ് കഴിഞ്ഞപ്പോഴേക്ക് അത് നേരെ ചൊവ്വേ ഇവിടുത്തെ സാധാരണക്കാരന്റെ മനസ്സിൽ വരെ സംഘപരിവാര ഉദ്ദേശിക്കുന്ന ചിന്തകൾ മുളപ്പിച്ചിട്ട് ഈ നാട്ടിൽ ഇങ്ങനത്തെ ഒരു അനീതിക്ക് പറ്റുന്ന ഗ്രൗണ്ട് ഒരുക്കി കൊടുത്ത രാജീവ് ഗാന്ധിയാണ്. എന്നല്ല, ആ സീരിയലിൽ അഭിനയിച്ച, രാമനായി അഭിനയിച്ച അരുൺ ഗോവളിനെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൂടെ നിർത്തി രാജീവ് ഗാന്ധിക്ക് രണ്ടാം ഊഴമായിരുന്നു വിഷയം. രണ്ടാം ഊഴം ആഗ്രഹിക്കുന്ന പല ഭരണകർത്താക്കളും അന്യായം ചെയ്യുമെന്ന കാര്യം ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം. എന്നാൽ ഇത്
രാജീവ് ഗാന്ധിക്ക് താൽക്കാലിക തെരഞ്ഞെടുപ്പായിരുന്നെങ്കിൽ ഹിന്ദുത്വക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. അവർ ഈ രാജീവ് ഗാന്ധി ഈ കൂട്ടർ ഈ അഭിനയിച്ച അഭിനേതാവിനെ കൂടെ കൊണ്ടുപോയപ്പോൾ രാമനെ തന്നെ കൂടെ കൂട്ടി സംഘപരിവാർ രഥയാത്ര നടത്തി. അതിന്റെ ദുരന്തം നിങ്ങൾക്കറിയാം. എത്ര പേർ കൊല ചെയ്യപ്പെട്ടു, എത്ര ആൾക്ക് പരിക്ക് പറ്റി, എത്ര ആളുകളുടെ സ്വത്തുകൾ നഷ്ടപ്പെട്ടു. അങ്ങനെ അതങ്ങ് വർഗീയ വിഷം ചുറ്റി നടന്നപ്പോൾ രണ്ടിൽ നിന്ന് എത്രയോ മുകളിലേക്ക് പിന്നീട് സംഘപരിവാർ ചരിത്രവും മറന്നു പോയത്. രാഷ്ട്രീയമാണെങ്കിലും അറിവുകളാണ്. നമ്മൾ പിടിച്ച കൊടി രാഷ്ട്രീയം മാത്രം പഠിക്കുന്നവരാ. രാജ്യത്തിന്റെ രാഷ്ട്രീയാവസ്ഥയെ, മാനവിക രാഷ്ട്രീയത്തെ, ഇസ്ലാമിക നീതിയുടെ ധർമ്മത്തിന്റെ രാഷ്ട്രീയത്തെ പഠിക്കാത്ത കാലത്തോളം നിങ്ങൾക്ക് പക്ഷപാതരഹിതമായി സത്യത്തിന്റെ കൂടെ നിൽക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം ഇവളവൻ വീണ്ടും ആവർത്തിക്കണം. അങ്ങനെ രഥയാത്ര നടന്നുകൊണ്ടിരിക്കെ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ് തുടങ്ങിയ ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഈ പറഞ്ഞ 4-ൽ 3 കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനങ്ങളാ. ആരും തടഞ്ഞില്ല, ആരെയും ജയിലിൽ അടച്ചില്ല. കൊലപാതകം ഉൾപ്പെടെ നടന്നിട്ട് അങ്ങനെ മുന്നോട്ട് പോയി. ഒടുവിൽ ബീഹാറിലേക്ക് പ്രവേശിച്ചപ്പോ VP സിംഗിന്റെ നിർദ്ദേശാനുസാരം ലാലു പ്രസാദ് യാദവാണ് തടഞ്ഞു ജയിലടച്ചത്. അങ്ങനെ മതേതരത്വത്തിന് വേണ്ടി നിലപാടെടുത്ത ആളുകൾ ഇപ്പോൾ ഏതവസ്ഥയിലാണെന്നും വിടുപണി ചെയ്തുകൊണ്ട് ഹൈന്ദവ സംഘപരിവാര താല്പര്യങ്ങളെ നേരത്തെ ഓമനിച്ചവർ എങ്ങനെയാണെന്ന് നിങ്ങൾ പഠിക്കണം ഇന്ത്യക്കകത്ത്. അപ്പൊ രാഷ്ട്രീയത്തിന്റെ ചരിത്രവും ഈ 7 പതിറ്റാണ്ടുകൾ ചരിത്രവും മനസ്സിലാക്കാൻ പറ്റും. ഇതിനൊക്കെ അറിയാൻ ആഗ്രഹിക്കാതിരിക്കൽ നമുക്ക് സുഖകരമായേക്കാം. പക്ഷെ ചരിത്രം നമ്മൾ വെറുതെ വിടില്ലെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ നിങ്ങൾ കൃത്യമായിട്ട് അറിയണം. പിന്നീട് അങ്ങോട്ട് പല വർത്തമാനമുണ്ടായി. ശിലാന്യാസം നടന്ന് തർക്കസ്ഥലത്തല്ല എന്ന് വാദിച്ച മുസ്ലിം രാഷ്ട്രീയ പത്രങ്ങളുണ്ടായി. പള്ളി പൊളിക്കുന്ന ഒരു പ്രശ്നമല്ല, ഗൾഫ് നാടുകളിൽ പള്ളി പൊളിച്ച് റോഡ് വെട്ടാറുണ്ടെന്നൊക്കെ പ്രസംഗിച്ച മൗലവിമാരുണ്ടായി. ഇതൊക്കെയും പറയുമ്പോൾ എത്ര ലളിതമായിട്ടാണ് നിങ്ങൾ കാര്യങ്ങളെ കണ്ടതെന്ന് നമ്മൾ പറയാതിരിക്കുന്ന എങ്ങനെ? തർക്കസ്ഥലത്ത് തന്നെയാണ് ശിലാന്യാസം എന്ന വസ്തുതയെ മറച്ചു വെച്ചവർ. ബാബരി മസ്ജിദ് തകർത്തത് കേവലം സൗകര്യത്തിന്, വഴിക്ക് വേണ്ടി മുസ്ലിം പള്ളി പൊളിച്ച് ഇപ്പുറത്തേക്ക് മാറ്റിപ്പണിയുന്ന ലാഘവമേ ഉള്ളൂ എന്ന് പ്രസംഗിച്ചവരൊക്കെ നിങ്ങൾ മറന്നു പോകാനുള്ള ഓർമ്മകൾ ഉണ്ടാവണം. ഈ ഓർമ്മകളെ താലോലിക്കണം, വരും തലങ്ങൾക്ക് പകർന്നു കൊടുക്കണം. പിന്നെയും പറയാ, വിളിച്ചാൽ പോകാമായിരുന്നു എന്നൊരു കൂട്ടർ, വിളിച്ചില്ലെങ്കിലും പോകുമെന്ന് പിന്നെയും ഒരു കൂട്ടർ. ഇതൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല എങ്കിൽ എന്ത് പറയണത് വിനവരസരറിയണം. നമുക്ക് ഹൈന്ദവ സഹോദരന്മാരോട് പറയാറുണ്ട്, സംഘപരിവാരം നിങ്ങളെ എങ്ങനെ വിഡ്ഢികളാക്കി നശിപ്പിച്ചു എന്ന്. ഈ ഒരു തലമുറ കഴിയുമ്പോൾ നിങ്ങളുടെ വരും തലമുറ വായിച്ചെടുക്കും. അവർ ഇന്ത്യയെ നേരെ ചൊവ്വേ വായിക്കും. അതുവരെയും ചിലപ്പോൾ ഈ മർമ്മം, ഈ ദുരന്തം നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നു. വീണ്ടും നിങ്ങൾ അറിയണം, ഇതിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറയുന്ന ആളുകളുണ്ട് 22ന്റെ പ്രാണപ്രതിഷ്ഠയിൽ നിന്ന്. പക്ഷെ അവർ പറയുന്നത് വേറെ ചില കാരണങ്ങളാ, നമ്മൾ കേട്ടില്ല. ആരും ഇങ്ങനെ പറഞ്ഞായിട്ട് മറ്റൊരു മതത്തിന്റെ ആരാധനാലയം പൊളിച്ച് ചോരപ്പുഴ ഒഴുക്കി അനീതിയുടെയും അധർമ്മത്തിന്റെയും പ്രതീകമായിട്ടാണ് ആ കെട്ടിടം വരുന്നത് എന്നും അതുകൊണ്ട് ഞങ്ങളതിന് പങ്കെടുക്കില്ല എന്നും പറയാൻ അധികം ആളുകളെ കണ്ടില്ല. ഇങ്ങനെയൊക്കെ തെളിച്ച് വർത്തമാനം പറയാൻ ആളുകളില്ല, വ്യത്യസ്ത വർത്തമാനങ്ങളാ പറയുന്നവർ. അതുകൊണ്ട് ഭൂരിപക്ഷത്തിന്റെ പേരിലും നിങ്ങളുടെ ഭരണത്തിന്റെ ബലത്തിലും അതുപോലെ തന്നെ അത് കേവലം ഒരു അമ്പലമാണെന്ന ന്യായീകരണത്തിന്റെ ബലത്തിലുമൊക്കെ നിങ്ങൾ നടത്തുന്ന ഈ പ്രവർത്തനം എത്രമേൽ അനീതിയാണെന്ന്, എത്രമേൽ അധർമ്മമാണെന്ന്, എത്രമേൽ വഞ്ചനയാണെന്ന്, എത്രമേൽ രക്തചാൽ ഒഴുക്കിയിട്ടാണെന്ന്, എത്രമേൽ ഈ രാജ്യത്തെ അസ്ഥിരമാക്കിയിട്ടാണെന്ന് വരും തലമുറ വായിക്കും. അത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റണം. കുലിൽ ഹഖ്ക വലൗ കാന മുർറ എന്ന തിരുവചനങ്ങൾ ഓർക്കുക. സത്യം എത്ര കൈപ്പുള്ളതാണെങ്കിലും അത് വിളിച്ചു പറയാൻ മടിയുണ്ടാകാൻ പാടില്ല. രണ്ടാമതായിട്ട് നല്ല പ്രതീക്ഷയോടെ ജീവിക്കണം, നിരാശപ്പെടാനല്ല, വിടുപണി ചെയ്യാനല്ല. തമ്പുരാൻ നൽകിയ വാഗ്ദാനങ്ങൾ പ്രതീക്ഷയുള്ളവരായി ഉറച്ച വിശ്വാസികളായി മാറണം. ഒരു സൂക്തം കൽപ്പിക്കട്ടെ. വഖാലദീന കഫറൂ ലി റുസുലിഹിം, പ്രവാചകന്മാരോട് എതിർപക്ഷത്തെ ആളുകൾ പറഞ്ഞ സന്ദർഭം, ലനുഖ്രിജന്നകും മിൻ അർദിനാ, ഞങ്ങളെ നാട്ടിൽ നിങ്ങളെ പുറത്താക്കും, നിങ്ങളെ പൗരത്വരഹിതരാക്കും, രാഷ്ട്രരഹിതരാക്കും, നിങ്ങളെ രണ്ടാംകിട പൗരന്മാരാക്കും, നിങ്ങളെ ഇന്ത്യയിലെ ചീപ്പസ്റ്റ് ലേബറാക്കും എന്നൊക്കെ പുതിയ കാലത്ത് പറഞ്ഞ വർത്തമാനത്തിന്റെ പഴയ വേർഷൻ വായിക്കുക നിങ്ങൾ. സൂറ ഇബ്രാഹിം അധ്യായത്തിൽ. അപ്പൊ നിങ്ങളങ്ങ് പുറത്താക്കും. ഔല തഊദുന്ന ഫീ മില്ലത്തിന, ഇല്ലെങ്കിൽ നിങ്ങളുടെ മതം വിട്ട് ഞങ്ങളുടെ മതത്തിൽ ചേർന്നോ എന്ന് അന്ന് പ്രവാചകൻ പറഞ്ഞപ്പോ ഫഔഹാ ഇലൈഹിം റബ്ബുഹും, ആകാശത്തിരിക്കുന്ന തമ്പുരാൻ പ്രവാചകർക്ക് വഹി നൽകി, ലനുഹ്ലികന്നൽ ളാലിമീൻ, അത്തരം അക്രമികൾ അധിക കാലം തുടരില്ല. ലനുഹ്ലികന്നൽ ളാലിമീൻ,
നിശ്ചയം ആക്കണം, നശിപ്പിച്ചു കളയും. അവർക്ക് ഈ മണ്ണിൽ നിങ്ങൾ സുഖമായി ജീവിക്കും, നിങ്ങൾ ഇവിടെ നേരെ ചൊവ്വേ അധിവസിക്കും. ഇനി പറയുന്ന ഭാഗമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ സംഭവിക്കുമെന്ന ഈ വാഗ്ദാനമുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ നിങ്ങൾ എന്താവണം? തമ്പുരാന്റെ സ്ഥാനത്തെ നേരെ ചൊവ്വേ നിങ്ങൾ ഭയപ്പെടണം. ഇസ്ലാമിനോട് കൂറ് വേണം, കിതാബിനോട് നിങ്ങൾക്ക് കൂറ് വേണം, തിരുനബിയുടെ വചനങ്ങളോട് കൂറ് വേണം. നിങ്ങൾക്ക് ഇസ്ലാമിനെ ഇസ്ലാമായി ഉൾക്കൊള്ളാൻ പറ്റണം. അങ്ങനെ മൻ ഖാഫ മഖാമി, എന്റെ പദവിയെ, തമ്പുരാന്റെ പദവിയെ ആര് നേരെ ഭയപ്പെടുന്നു അവർക്കേ ഇത് സംഭവിക്കൂ. വഖാഫ വഈദ്, തമ്പുരാന്റെ വാഗ്ദാനങ്ങളെ, തമ്പുരാന്റെ വഈദുകളെ, താക്കീതുകളെ, തമ്പുരാന്റെ ശിക്ഷയെ നേരെ ഉൾക്കൊള്ളാൻ കഴിയുന്നവർക്ക് ഇത് കിട്ടൂ എന്നാണ്. അപ്പൊ ഈ ഒരവസ്ഥ, അക്രമികൾ നശിപ്പിക്കപ്പെടുകയും രാജ്യം സ്വാസ്ഥ്യം വീണ്ടെടുക്കുന്ന ഒരു അവസ്ഥ സംഭവിക്കണമെങ്കിൽ നമ്മൾ കിതാബിനോട് കൂറുള്ളവരായിരിക്കണം, നമ്മൾ നീതിയോട് ധർമ്മത്തോട് കൂറുള്ളവരായിരിക്കണം, നിയോഗം തിരിച്ചറിയണം. അത്തരം ഒരു അവസ്ഥയിൽ നിങ്ങൾ മുന്നോട്ട് പോകാവൂ. എത്രയെത്ര നാടുകളാണ് തമ്പുരാന്റെ കൽപ്പനകൾ ധിക്കരിച്ചവർ, തമ്പുരാൻ അയച്ച പ്രവാചകന്മാരെ ധിക്കരിച്ചവർ. ആ നാട്ടുകാർ ചെയ്ത അക്രമത്തിൽ ശരിയായ വിചാരണ നടത്തി താങ്ങാൻ കഴിയുന്ന ശിക്ഷ അവർക്ക് നൽകുകയും ചെയ്ത ചരിത്രം വീണ്ടും സൂറ അത്വലാഖിൽ. ഇങ്ങനെയൊക്കെ ഒരു ചരിത്ര പാഠമുണ്ട് ഇസ്ലാമിന്റെ മുമ്പിൽ, കിതാബിൽ കൃത്യമായിട്ട്. അതുകൊണ്ട് നിരാശയല്ല, പ്രതീക്ഷ, കൃത്യമായ പ്രതീക്ഷ. നാട്ടിൽ നിഷേധിക്കൂട്ടൻ സ്വൈരവിഹാരം നടത്തുമ്പോ അതിൽ പേടിച്ച് വഞ്ചിതരായി പോവണ്ട, ഭീരുക്കളാവണ്ട, മാപ്പുസാക്ഷികളാവണ്ട. മറിച്ച് നിങ്ങൾ അറിയണം, മത്താഉൻ ഖലീൽ, അവർക്ക് ഇത്തിരി അല്ലാഹു കൊടുത്തതാ. കുറച്ചു കാലത്തേക്ക് അവർക്കുമുണ്ട് ഒരു ആശ്വാസം. ആ ആശ്വാസത്തിൽ അവരിങ്ങനെ അഭിരമിക്കുകയാണ്. മത്താഉൻ ഖലീൽ മഅവാഹും ജഹന്നം, പിന്നെ നരകമാണ് പട്ടട വബീസൽ മിഹാദ്. എത്ര മോശം സങ്കേതമാണ് അവരെ കാത്തിരുന്ന. സൂറ ആൽ ഇംറാൻ. മണ്ണിൽ ദുർബലരായി ജീവിക്കുന്ന ആളുകളെ ഉയർത്താനും അവരെ അനുകരിക്കാനും തമ്പുരാൻ തീരുമാനിച്ചിരിക്കുന്നു. അവരെ നാം നേതാക്കളും ജേതാക്കളും ആക്കാൻ ഉദ്ദേശിക്കുന്നു. ഈ മണ്ണിനെ പിന്നീട് അനന്തരം എടുക്കുകയും ചെയ്യും. അപ്പൊ ഈ ഇരുട്ട് നീങ്ങും, വെളിച്ചം വരും. ഈ ഇരുട്ടിനപ്പുറത്തൊരു പ്രഭാതമുണ്ടെന്നറിയണം. ആ പ്രഭാതത്തെ കാത്തിരിക്കാൻ പറ്റണം. അത്ര നിങ്ങളെ മനസ്സിനെ ജ്വലിപ്പിച്ചു നിർത്തണം. അത്രയും പ്രതീക്ഷയും വിശ്വാസവും ഉണ്ടാകണം. അതുകൊണ്ട് ഇത്തരം അക്രമത്തിന് മുമ്പിൽ എല്ലാം നഷ്ടപ്പെട്ടവരായി ഇരിക്കാനല്ല, വിശ്വാസത്തിന്റെ ബലത്തിന് ഇസ്ലാമിന്റെ പാഠങ്ങളും മണ്ണിൽ നടന്ന ചരിത്ര വസ്തുക്കളും നേരെ ചൊവ്വേ പഠിച്ചെടുത്തിട്ട് കരുത്തോടുകൂടി അനമിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കാൻ പറ്റണം. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ അവസ്ഥയിലേക്ക് മാറാത്ത കാലത്തോളം നിങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. അതേസമയം ഈ അവസ്ഥയിലേക്ക് മുസ്ലിം സമുദായം മാറിയാൽ ബാബരി മസ്ജിദ് വീണ്ടും അത് വരും. ബൈത്തുൽ മുഖദ്ദസ് സുരക്ഷിതമായിരിക്കും. മുസ്ലിം സമുദായം നിയോഗം നിർവഹിക്കാതിരുന്നാൽ ബാബരി മസ്ജിദിന്റെ പതനത്തെ മറക്കാൻ ശ്രമിക്കുന്ന കൂട്ടരായി നിശബ്ദരാകാൻ ഇരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ നോക്കി നിൽക്കെ ബൈത്തുൽ മുഖദ്ദസ് തകർക്കപ്പെടും. ഇത് കൃത്യമായ പാഠമാണ്. ഈ പാഠം പലർക്കും അസ്വസ്ഥമാണ്, പക്ഷെ ഈ പാഠം വസ്തുതയാണ്. അതുകൊണ്ട് ഈ സത്യം പറയാതെ പോകാൻ പാടില്ല. ഈ സത്യം മിമ്പറിൽ അടയാളപ്പെടുത്തേണ്ടതുണ്ട്. വിനയപുരസരം അറിയണം. നിരന്തരമായ പ്രതീക്ഷയോടുകൂടി, ശുഭപ്രതീക്ഷയുടെ പ്രാർത്ഥന നിർഭരമായി നമുക്ക് സാധ്യമെന്ന പ്രതിരോധങ്ങൾ ഏറ്റെടുക്കണം. ഈ നാട്ടിലെ നിയമത്തിനും വ്യവസ്ഥക്കും അകത്ത് ദേശസ്നേഹത്തിന്റെ ഉജ്ജ്വലമായ വെളിച്ചത്തെ ഉള്ളിലേക്ക് ആവാഹിച്ചെടുത്ത് മുൻഗാമികൾ നേരെ ചൊവ്വേ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച സമർപ്പണത്തിന്റെ മാർഗത്തിൽ കരുത്തോടെ എഴുന്നേറ്റ് നിൽക്കണം. അപ്പോൾ ശത്രു മല പോലെ, എലി പോലെ നശിച്ചു പോകുന്ന കാഴ്ച കാണാം. ഇത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നിരന്തരമായ പ്രാർത്ഥന വേണം, നമുക്ക് നല്ല പ്രതീക്ഷ വേണം, കാര്യങ്ങളെ നേരെ ചൊവ്വേ അറിയണം. നമ്മെ ആൾക്കൂട്ടമാക്കി വോട്ട് ബാങ്കാക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന കൊടിനിറക്കട രാഷ്ട്രീയം വിട്ടിട്ട് ഖുർആൻ പേർത്തുന്ന മാനവിക രാഷ്ട്രീയത്തെ, ധാർമ്മിക രാഷ്ട്രീയത്തെ, സത്യത്തിന്റെ രാഷ്ട്രീയത്തെ, നേരും നെറിയും ഉൾക്കൊള്ളുന്ന ഈ രാജ്യത്തിന്റെ ഭരണഘടന മുമ്പിൽ വെക്കുന്ന രാഷ്ട്രീയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. നാഥൻ അതിന് കരുത്തുള്ളവരായി നമ്മെ മാറ്റി തീർക്കുമാറാവട്ടെ. നമ്മുടെ ഫിലിസ്തീനിലെ സഹോദരന്മാരെ അള്ളാഹു സഹായിക്കുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ശത്രുക്കൾ അള്ളാഹു തകർത്ത് തരിപ്പണമാക്കുമാറാവട്ടെ. അള്ളാഹു നമുക്ക് ബാബരി മസ്ജിദ് വീണ്ടും തിരിച്ചു തരുമാറാവട്ടെ. മസ്ജിദുൽ അഖ്സ നമുക്ക് വീണ്ടും അള്ളാഹു തിരിച്ചു തരുമാറാവട്ടെ. اللهم ارجع إلينا بيت المقدس والمسجد البابري. اللهم انصر إخواننا في فلسطين.
اللهم دمر أعداءنا وأعداءك وأعداء الدين اللهم فتك شملهم وفرق جمعهم ومزقهم كل ممزق يا رب العالمين آمين برحمتك يا أرحم الراحمين أقول قولي هذا واستغفر الله لي ولكم واستغفروه إنه هو الغفور الرحيم وادعوه إنه هو البر الكريم الحمد لله رب العالمين اللهم صل وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين أيها الناس أوصيكم ثانيا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين آمين برحمتك يا أرحم الراحمين